ഈ കഴിഞ്ഞ ഘട്ടത്തിൽ ശ്രമിച്ചിട്ടുള്ളത്. അതിൻ്റെ വ്യക്തമായ തെളിവുകളാണ് ഭവന നിർമ്മാണ മേഖലയിലും മത്സ്യമേഖലയിലും നടത്തിയ ഇടപെടലുകൾ. നമ്മുടെ ഭൂരഹിതരും ഭവനരഹിതരുമായ ഒട്ടേറെ പേർ കേരളത്തിലുണ്ട്. അവർക്ക് സ്വന്തം വീട് ഒരു സ്വപ്നമായിരുന്നു. പക്ഷെ അതിനുള്ള സാമ്പത്തിക ശേഷിയില്ല. അങ്ങനെയാണ് 2016 സർക്കാർ ലൈഫ് മിഷന് രൂപം കൊടുക്കുന്നത്. ലൈഫ് മിഷൻ സാധാരണഗതിയിൽ ആരും എതിർക്കേണ്ട ഒരു കാര്യമല്ല. സംസ്ഥാനത്ത് സർക്കാർ നടപ്പിലാക്കുന്ന ഭവന നിർമ്മാണ പദ്ധതിയുണ്ട്. അതിൽ വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി ചെലവഴിക്കുന്ന തുക വളരെ ചെറുതായിരുന്നു. ഒരാവശ്യമായത്ര സൗകര്യത്തോടെയുള്ള വീട് ആ പണം കൊണ്ട് നിർവഹിക്കാൻ കഴിയില്ലായിരുന്നു. അപ്പോൾ സർക്കാർ ആലോചിച്ചത് ഇത്തരത്തിലുള്ള വിവിധ പദ്ധതികൾ എല്ലാം ഏകോപിപ്പിച്ച് ഒരു പദ്ധതിയായി മാറ്റുക. അതാണ് ലൈഫ് മിഷൻ. 4 ലക്ഷം രൂപയുടെ വീട് നിർമ്മിക്കാൻ കഴിയുക. വളരെ സുതാര്യമായ നടപടിക്രമങ്ങളിലൂടെയാണ് അതിൻ്റെ ഗുണഭോക്താക്കളെ കണ്ടെത്തിയത്. 5 ലക്ഷം വീടുകളെങ്കിലും നിർമ്മിച്ച് നൽകുക എന്നതായിരുന്നു അന്ന് പ്രഖ്യാപിച്ച ലക്ഷ്യം. പക്ഷേ അപ്രതീക്ഷിതമായ എതിർപ്പ് അതിനെതിരെ ഉയർന്നു വന്നു. ആ എതിർപ്പിന്റെ ഭാഗമായി ഒരു പദ്ധതി തന്നെ മുടങ്ങിയ ജില്ലയാണല്ലോ ഇത്. അതിനെതിരെ കേസും മറ്റു നടപടികളൊക്കെ വന്നു. അതുമാത്രമല്ല, ആ പദ്ധതി മുന്നോട്ട് പോയി വിവിധ ഘട്ടങ്ങളിലായാണ് പദ്ധതി നടപ്പാക്കിയത്. ഘട്ടം എന്ന് പറഞ്ഞാൽ, നേരത്തെ വീട് നിർമ്മിച്ച് ചില പദ്ധതികളുടെ ഭാഗമായി വീട് നിർമ്മിച്ച് പകുതിയായത്, അല്ലെങ്കിൽ കുറച്ച് നിർമ്മിച്ചത്, അങ്ങനെയൊക്കെയുള്ളതുണ്ട്. അവ പൂർത്തീകരിക്കുക, അതിനാണ് ആദ്യഘട്ടം. രണ്ടാമത്തെ ഘട്ടം സ്ഥലമുണ്ട്, വീടില്ല, അവർക്ക് വീട് നിർമ്മിക്കാനുള്ള നടപടി. മൂന്നാമത്തത് സ്ഥലവും വീടുമില്ല, അവർക്ക് വീട് നിർമ്മിക്കാനുള്ള പദ്ധതി. ഇത് നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കെ ആ ഗവൺമെന്റ് കാലാവധിയായി. 5 വർഷമായി. 2021 തെരഞ്ഞെടുപ്പിൽ എല്ലാവരും മത്സരിക്കുക. അപ്പോൾ ഇവിടെ ഈ ലൈഫ് പദ്ധതി മുടക്കുന്നതിന് ആകാവുന്നത് ചെയ്ത UDF ആ ഘട്ടത്തിൽ നയം പ്രഖ്യാപിച്ചു. UDF കൺവീനർ പരസ്യമായി തന്നെ പറഞ്ഞു ആ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ലൈഫ് മിഷൻ റദ്ദ് ചെയ്യും. ഇതായിരുന്നു UDF ഇതിനോട് സ്വീകരിച്ച സമീപനം. ഞങ്ങൾ
ഏതെങ്കിലും പക്ഷപാതപരമായ നിലപാട് അതിൽ സ്വീകരിച്ചു എന്ന ഒരാക്ഷേപവും ഒരു ഘട്ടത്തിലും ഉയർന്നിട്ടില്ല. പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു നൽകുന്നൊരു പദ്ധതി എന്തിനാണ് റദ്ദ് ചെയ്യുമെന്ന് UDF പറഞ്ഞത് എന്ന് ജനങ്ങൾക്ക് പിടികിട്ടാത്ത കാര്യമാണ്. ഏതായാലും LDFന് തുടർഭരണം 2021 സമ്മാനിച്ചതിൻ്റെ ഭാഗമായി ലൈഫിന് മറ്റു പ്രയാസങ്ങളുണ്ടായില്ല, തടസ്സങ്ങളുണ്ടായില്ല. ഇപ്പോൾ നേരത്തെ പ്രഖ്യാപിച്ച 5 ലക്ഷം വീട് എന്നത് പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഈ പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ ഇതുവരെ ഏകദേശം 19,000 കോടി രൂപയോളം ചെലവഴിച്ചിട്ടുണ്ട്. ഇത് സംസ്ഥാനത്തിൻ്റെതല്ല എന്നൊരു പ്രചരണം ചിലർ നടത്തുന്നുണ്ട്. ഇതിനകത്ത് കേന്ദ്ര സർക്കാരിൻ്റെ ചെറിയൊരു വിഹിതമുണ്ട്. അത് ഈ പദ്ധതി ആരംഭിക്കുമ്പോൾ എല്ലാ പദ്ധതികളും കൂടി ഏകോപിപ്പിക്കാം, കേന്ദ്ര പദ്ധതിയിലുള്ളതും ഇതിൻ്റെ ഭാഗമായി എടുക്കാം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അതിനുള്ള ചെറിയ തുക മാത്രമല്ല, കൂടുതൽ പണം ഇട്ട് 4 ലക്ഷം രൂപയാക്കി വീട് നിർമ്മിക്കുന്ന പദ്ധതിയായി മാറ്റുകയാണ്. ഇതിൽ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം 2,300 കോടി രൂപയാണ്. 19,000 കോടി രൂപ സംസ്ഥാനം ചെലവഴിക്കുമ്പോൾ ഉള്ള കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമാണ് 2,300 കോടി. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ആകെ അന്ന് നൽകിയിരുന്ന സഹായം നേരത്തെ 25,000 രൂപയായിരുന്നു. അതാണ് 4 ലക്ഷമായി വർദ്ധിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയത്. ഇവിടെ ഈ ഘട്ടത്തിൽ LDF സർക്കാരിൻ്റെ 2021 മുതൽ 26 വരെയുള്ള ഘട്ടം പൂർത്തിയാക്കുമ്പോൾ വളരെ അഭിമാനകരമായ നേട്ടമാണ് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായാണ് 5 ലക്ഷം വീട് പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. ഇതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പദ്ധതിയാണ് മത്സ്യത്തൊഴിലാളികൾക്കായി നടപ്പിലാക്കിയ പുനർഗേഹം പദ്ധതി. 2,450 കോടി രൂപയാണ് അതിനുവേണ്ടി ചെലവഴിക്കുന്നത്. ഈ പദ്ധതിയിലൂടെ 2,625 വീടുകളും 738 ഫ്ലാറ്റുകളും പൂർത്തിയാക്കാനായിട്ടുണ്ട്. ഇതുകൂടാതെ വിവിധ ഘട്ടങ്ങളിൽ കിടക്കുന്നവയിൽ 1,271 വീടുകൾ, 758 ഫ്ലാറ്റുകൾ നിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലാണ്. മത്സ്യത്തൊഴിലാളികളുടെ സാമൂഹ്യ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിന് സർക്കാർ വലിയ മുൻഗണനയാണ് നൽകിയത്. അതിൻ്റെ ഭാഗമായി ഇൻഷുറൻസ് പരിരക്ഷ 5 ലക്ഷത്തിൽ നിന്ന് 10 ലക്ഷമാക്കി ഉയർത്തുകയുണ്ടായി.
മാത്രമല്ല, മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്കായി സ്കോളർഷിപ്പ് അതിന് 25 കോടി രൂപ മാറ്റിവെക്കുകയും ചെയ്തു. മാത്രമല്ല, മത്സ്യബന്ധന അടിസ്ഥാന സൗകര്യങ്ങൾ മത്സ്യത്തൊഴിലാളികൾ പൊതുവിൽ ആവശ്യപ്പെടുന്ന കാര്യമാണത്. ആ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നുള്ളത്, അത് നല്ല രീതിയിൽ വികസിപ്പിക്കാൻ സംസ്ഥാനത്ത് കഴിയും. മഞ്ചേശ്വരം, കൊയിലാണ്ടി, താനും, വെള്ളയിൽ ഇങ്ങനെ 4 മത്സ്യബന്ധന തുറമുഖങ്ങൾ പൂർത്തിയാക്കാനായി. അതേസമയം വിപുലീകരണം തുടരുന്ന മേഖലകളുണ്ട്. അർത്തുങ്കൽ, ചെത്തി, പരപ്പനങ്ങാടി, പുഴിയൂർ ഇവിടെയെല്ലാം നിർമ്മാണ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ പുരോഗമിക്കുകയാണ്. മുതലപ്പുഴയും കാസർഗോഡും ഉൾപ്പെടെ മറ്റു മേഖലകളിൽ വികസനവും വിപുലീകരണവും തുടരുകയാണ്. കേരളത്തിന് അതിദീർഘമായ കടൽ തീരമാണുള്ളത്. ഈ തീരസംരക്ഷണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. അപ്പോൾ തീരപ്രദേശങ്ങളെ കടലാക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കാനാകണം. യഥാർത്ഥത്തിൽ അത് സംസ്ഥാന സർക്കാർ മാത്രം ചെയ്യേണ്ട കാര്യമല്ല. കേന്ദ്ര ഗവൺമെന്റ് സ്വാഭാവികമായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മുടെ അതിർത്തിയായിട്ടാണ് വരുന്നത്. ഇത് കടലാക്രമണത്തിന്റെ ഭാഗമായി നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പോൾ സംരക്ഷിക്കുന്നതിന്, തീരദേശങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതികൾ കേന്ദ്ര ഗവൺമെന്റിന് നടപ്പാക്കേണ്ടതാണ്. പല തവണകളിലായി കേന്ദ്ര സർക്കാരിനെ സമീപിച്ചിരുന്നു. പക്ഷെ സമഗ്രമായ ഒരു പദ്ധതി ഇതേവരെ ലഭിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. സംസ്ഥാന സർക്കാരിനാകാവുന്ന വിധത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ഇപ്പോൾ 2021-22 ബജറ്റിൽ 1500 കോടി രൂപയുടെ തീരസംരക്ഷണ പദ്ധതി, സമഗ്രമായ തീരസംരക്ഷണ പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. അതിന്റെ ഭാഗമായി ഏറ്റവും ദുർബലമായ പ്രദേശങ്ങളിൽ അടിയന്തര ഇടപെടലുകൾ നടത്താനും കഴിയും. അതിലേറ്റവും മാതൃകാപരമായതും ജനങ്ങളാകെ അങ്ങേയറ്റം സന്തോഷിക്കുന്നതുമായ ഒന്നാണ് എറണാകുളം ജില്ലയിൽ ചെല്ലാനത്ത് നടപ്പാക്കിയ പദ്ധതി. അവിടെ 344 കോടി 20 ലക്ഷം രൂപ ചെലവഴിച്ച് 7.3 കിലോമീറ്റർ നീളത്തിൽ ടെട്രാപോഡ് ഉപയോഗിച്ചുള്ള ശക്തമായ കടൽ ഭിത്തിയാണ് നിർമ്മിച്ചത്. സമുദ്രനിരപ്പിൽ നിന്ന് 6.1 മീറ്റർ ഉയരത്തിൽ നിർമ്മിച്ച ഈ ഭിത്തി ശക്തമായ തിരമാലകളെ തടയാൻ കൽപ്പുള്ളതാണ്. അവിടെ ഉണ്ടായിരുന്ന പതിവ് കടൽ ക്ഷോഭിച്ചാൽ, മഴ കനത്താൽ ചെല്ലാനത്തെ വീടുകളെല്ലാം വെള്ളം കയറില്ല. ഇപ്പോൾ അല്ലലില്ലാതെ അവർക്ക് ജീവിക്കാൻ കഴിയുക. ആ പ്രശ്നത്തിന് നല്ല രീതിയിൽ പരിഹാരം കാണാനായി. അതിൻ്റെ ഭാഗമായി ശക്തമായ തിരമാലകളെ ഇതിന് തടയാൻ ശേഷിയുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. ഇതിൻ്റെ രണ്ടാം ഘട്ടമായി പുത്തൻതോട് മുതൽ മാനാശ്ശേരി വരെ 6.1 കിലോമീറ്റർ ഭാഗത്ത്
കടൽഭിത്തി നിർമ്മിക്കാൻ 404 കോടി രൂപയുടെ ഭരണാനുമതി നൽകിക്കഴിഞ്ഞു. ഈ 2 ഘട്ടങ്ങളും പൂർത്തിയാകുന്നതോടെ ചെല്ലാനം മേഖലയിലെ കടലാക്രമണ ഭീഷണിക്ക് സ്ഥിരമായ പരിഹാരമാണ്. നമ്മുടെ സംസ്ഥാനത്ത് തീരദേശമെടുത്താൽ വിവിധ ഹോട്ട്സ്പോട്ടുകളുണ്ട്. ശംഖുമുഖം, വർക്കല, ആലപ്പാട്, വലിയഴിക്കൽ, വൈപ്പിൻ, കൊടുങ്ങല്ലൂർ, കയ്പമംഗലം, പൊന്നാനി, കാപ്പാട്, തലശ്ശേരി, വലിയപറമ്പ്. ഇവിടങ്ങളിൽ ADBയുടെ ധനസഹായത്തോടെ തീരസംരക്ഷണ പദ്ധതികൾ നടപ്പിലാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് സുരക്ഷിതമായ വീട് ഉറപ്പാക്കുന്നതിനും തീരദേശ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിനും കൃത്യമായ ആസൂത്രണമുണ്ടായിട്ടുണ്ട്, ദൃഢമായ ഇടപെടലുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഫലം നാടും ജനങ്ങളും നല്ല രീതിയിൽ അനുഭവിക്കുന്നുണ്ട് എന്നതുകൂടിയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇത്രയാണ് ആമുഖമായി പറയാനുള്ളത്. അവരുടെ ഓഡിറ്റ് റിപ്പോർട്ടിൽ പോലും അതില്ല. അങ്ങനെ എനിക്ക് KC വേണുഗോപാൽ പറയുകയാണ്, അധികാരത്തിലെത്തിയാൽ തങ്ങൾ ആദ്യം ചെയ്യാൻ പോകുന്നത് വീട് വെച്ച് കൊടുക്കലാണ്. വാഗ്ദത്തങ്ങള് എളുപ്പമുള്ള കാര്യമാണ്. പക്ഷേ നൽകുന്ന വാഗ്ദാനങ്ങൾ നടപ്പാക്കലാണല്ലോ പ്രധാനം. ഇവിടെ ജനങ്ങൾ ഇതിലെല്ലാമുള്ള വ്യത്യാസങ്ങൾ നേരിട്ട് അനുഭവിക്കുന്നവരാണ്, കണ്ട് മനസ്സിലാക്കുന്നവരാണ്. അവിടെയാണ് UDFനെയും LDFനെയും ജനങ്ങൾ താരതമ്യപ്പെടുത്തുന്നത്. ആ താരതമ്യത്തിന്റെ ഭാഗമായിട്ടുള്ള വിലയിരുത്തലുകൾ നടത്തുന്നു. UDFന് ഒരു കാലത്തും പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കണമെന്ന് നിർബന്ധമുണ്ടായിട്ടില്ല. എന്നാൽ LDFന് പറഞ്ഞ കാര്യങ്ങൾ പ്രാവർത്തികമാക്കണം എന്ന നിർബന്ധമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് 2016 മുതൽ 2021 വരെയുള്ള തെരഞ്ഞെടുപ്പ് കാലയളവിൽ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ LDF പറഞ്ഞ 600 ഇനത്തിൽ 20 എണ്ണം ഒഴികെ ബാക്കി മുഴുവൻ നടപ്പാക്കാനായി. ഇവിടെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം വല്ലാതെ നമ്മളെല്ലാവരെയും വേദനിപ്പിച്ചു ഒന്നാണ്. അതുമായി ബന്ധപ്പെട്ട് പുനരധിവാസത്തിന്റെ പ്രശ്നം വന്നപ്പോൾ അവിടെയുള്ള ജനങ്ങളുമായി ചർച്ച ചെയ്തു. സർക്കാർ ഏകപക്ഷീയമായി തീരുമാനിക്കുന്നതിന് പകരം അവരുടെ അഭിപ്രായം എടുക്കാം എന്ന് കണ്ടു. അപ്പം അവർ പറഞ്ഞു, ഞങ്ങളെല്ലാവരും ഒരു കുടുംബം പോലെ കഴിഞ്ഞവരാണ് ഈ പ്രദേശത്ത്. ഇപ്പോൾ സർക്കാർ പുനരധിവാസത്തിന്റെ ഭാഗമായി കാശ് തന്നാൽ ഞങ്ങളതും വാങ്ങി ഓരോ പ്രദേശത്താണ് പോകുക. പല കൊമ്പിലാവും ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരിടത്ത് താമസിക്കാൻ സൗകര്യമൊരുക്കണം. ആ ചർച്ച, ആ അഭിപ്രായം സർക്കാർ പൊതുവെ സ്വീകരിച്ചു. അതിന്റെ ഭാഗമായി ഒരു ടൗൺഷിപ്പ് നിർമ്മിച്ചു നൽകാം എന്ന് നിശ്ചയിച്ചു. എന്നാൽ കാണേണ്ട കാര്യം, സർക്കാർ എന്ന നിലയ്ക്ക് ഏകപക്ഷീയമായല്ല തീരുമാനമെടുക്കുന്നത്. നമ്മുടെ
ഇത്തരമൊരു കാര്യം സംസ്ഥാനത്തിൻ്റെ പൊതുവായൊരു കാര്യം, ആ കാര്യത്തിൽ പ്രതിപക്ഷത്തെ കൂടി വിശ്വാസത്തിലെടുക്കുക. പ്രതിപക്ഷ നേതാവിനെയും ഉപനേതാവിനെയും വിളിച്ചു, കാര്യങ്ങൾ ചർച്ച ചെയ്തു, നല്ല വ്യക്തതയോടെ പരസ്പരം സംസാരിച്ചു. അപ്പോൾ ടൗൺഷിപ്പ് നിർമ്മിക്കാമെന്ന് കണ്ടു. ടൗൺഷിപ്പ് നിർമ്മിക്കുമ്പോൾ അവിടെ വീട് നിർമ്മിച്ച് നൽകാൻ വാഗ്ദത്തം നൽകിയവരുണ്ട്. ഈ വാഗ്ദത്തം നൽകിയവർ അവരുടെ രീതി അനുസരിച്ച് വീടുകൾ നിർമ്മിച്ചാൽ ഒരു ഏകീകൃത രൂപം വരില്ല. ഒരു ഏകീകൃത രൂപമാണ് നല്ലത്. അതിൻ്റെ ഭാഗമായി ഗവൺമെൻറ് തന്നെ നേതൃത്വം കൊടുക്കുക. ഇതൊക്കെ ഈ ഒരു ചർച്ചയല്ല, പലവട്ടം ചർച്ചയാണ്. ആ ചർച്ചകളിലുണ്ടാകുന്ന ധാരണയാണ്. അപ്പോൾ വീടുകൾ നൽകാമെന്ന് പറഞ്ഞവരുണ്ട്. വീടുകൾ നൽകാമെന്ന് പറഞ്ഞവർ എങ്ങനെയാണ് തുക നൽകുക? അവസാനം എത്തിച്ചേർന്നത് സർക്കാർ ഒരു തുക നിശ്ചയിക്കുക. ആ തുക ഒരു വീടിന് ഇത്ര തുകയാണെന്ന് പറയുക. ആ തുക ഇത് സ്പോൺസർ ചെയ്യുന്നവരിൽ നിന്ന് വാങ്ങുക. എത്ര വീടാണോ അത്ര വീടിന് വേണ്ടി വാങ്ങുക. സർക്കാർ തന്നെ വീട് നിർമ്മിക്കുക. അപ്പോൾ എല്ലാ കാര്യത്തിനും ധാരണയായി. ഒരു വീടിന് 20 ലക്ഷം രൂപ എന്നും കണക്കാക്കി. അങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇതിൽ എല്ലാവരും വീട് നിർമ്മിക്കുന്നതിന് സഹായിക്കാൻ സന്നദ്ധ കാണിച്ചിരുന്നു. അതിൽ ചില സംഘടനകൾ മാതൃകാപരമായി തന്നെ ഇടപെടുകയും 100 വീട് നിർമ്മിക്കുന്നതിനുള്ള പണം ആദ്യമേ തന്നെ ഏൽപ്പിക്കുകയും ചെയ്തു. നല്ല മാതൃകാപരമായ പ്രവർത്തനത്തിലൂടെ ഇതിൻ്റെ കാര്യത്തിൽ ആവശ്യമായ പണം ശേഖരിച്ചവരായിരുന്നു അവരൊക്കെ. എന്നാൽ ഇത്തരം ആലോചനകളിലെല്ലാം ഭാഗവാക്കായിരുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഒരു ഘട്ടത്തിൽ അവർ സ്വന്തമായി വീട് നിർമ്മിച്ച് നൽകാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പോഴും പ്രതിപക്ഷ നേതാവായി ചർച്ച ചെയ്യുന്നുണ്ട്. എന്താണ് അങ്ങനെ ഒരു നിലയെടുത്തത്? നമ്മളെല്ലാവരും കൂടി ഒരിടത്ത് വീട് നിർമ്മിച്ച് നൽകാനല്ലേ കണ്ടിരുന്നത്. ഏതായാലും അവരവരുടെ നിലപാടുമായി മുന്നോട്ട് പോയി. അപ്പോഴും കോൺഗ്രസ് ഇതുമായി സഹകരിക്കുന്നതാണ് അന്നേരം ധാരണ. അതിനകത്ത് സഹകരണം എങ്ങനെയാണ്? എത്ര വീടാണോ നിർമ്മിക്കുന്നത് ആ വീടിന് കണക്കാക്കിയ പണം നൽകണം. അത് പിന്നീട് കോൺഗ്രസ് നിലപാട് മാറ്റുന്നു. അത് പണം ഉള്ളതുകൊണ്ടാണോ ഇല്ലാത്തതുകൊണ്ടാണോ എന്നൊന്നും ഞങ്ങൾക്ക് പറയാൻ കഴിയുന്ന കാര്യമല്ല. ഒരു കാര്യം അന്നേരം തന്നെ വ്യക്തമാക്കിയിരുന്നു. ഈ വാഗ്ദത്തം ചെയ്തവർ പണം നൽകാതിരുന്നാൽ നമുക്ക് വീട് പൂർത്തീകരിക്കാൻ കഴിയാതെ വീട് പൂർത്തീകരിക്കാതിരിക്കാൻ പറ്റില്ല. പൂർത്തീകരിക്കൽ പ്രധാനമാണ്. അപ്പോൾ പണം തന്നാലും തന്നില്ലെങ്കിലും പൂർത്തീകരിക്കൽ സർക്കാരിൻ്റെ ബാധ്യതയായിരിക്കും എന്ന് അവരുമായുള്ള ചർച്ചയിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. ഏതായാലും കോൺഗ്രസ് വേറെ വീട് നിർമ്മിക്കുകയാണെന്ന് പറഞ്ഞു. അതിന് പിന്നെ സ്ഥലമെടുക്കുന്നെന്ന് കേട്ടു. അതിൻ്റെ ശേഷമുള്ള കാര്യങ്ങൾ എവിടെയും എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഉള്ള അനുഭവം. ആ പണവുമായി ബന്ധപ്പെട്ട് പിരിച്ച പണവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വിവാദങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതിനൊന്നും കൃത്യമായൊരു വിശദീകരണം നേതൃത്വത്തിൽ നിന്ന് കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് ഉണ്ടായതായി നമുക്കാർക്കും അനുഭവവുമില്ല. അത് അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. എന്നാൽ അവർ തീരുമാനിക്കേണ്ട കാര്യമാണെന്ന് പറയുമ്പോൾ തന്നെ ഇതൊരു പൊതുവായ കാര്യമാണ്. നമ്മുടെ നാട്ടിൽ ദുരന്തമുണ്ടായാൽ ആ ദുരന്തത്തിൻ്റെ ഭാഗമായി സഹായിക്കുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് പണം പിരിച്ച്
അതിനുവേണ്ടി ചെലവഴിക്കാതിരിക്കുക, അത് ദുരുപയോഗിക്കുക, അത് ഗൗരവമായി കാണേണ്ട ഒരു കാര്യമാണ്. അത്തരം കാര്യങ്ങളിൽ എന്ത് നടപടി സ്വീകരിക്കണമെന്ന് ഭാവി കേരളം തീരുമാനിക്കേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ ഒരു അഭിമുഖം മനോരമ ന്യൂസിൽ വന്നത് ഫേസ്ബുക്കിൽ നിന്ന് കേരള പോലീസ് ഇടപെട്ട് നീക്കം ചെയ്തു. അതിനൊരു മറുപടി കേരള പോലീസ് പറയുന്നത് കമന്റുകളിൽ സംഘർഷം ഉണ്ടാക്കുന്ന കമന്റ്സ് എടുക്കുന്നതാണ്. അത്തരം നടപടി കേരള പോലീസിന്റെ നടപടി ശരിയാണ്? കേരള പോലീസിന്റെ നടപടി എന്തുകൊണ്ടാണ് സ്വീകരിച്ചത് എന്നുള്ളത് എനിക്കറിയുന്ന കാര്യമല്ല. എനിക്കതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പറയാൻ കഴിയില്ല. തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം വന്നതോടുകൂടി പോലീസ് വകുപ്പ് എന്നത് കൈകാര്യം ചെയ്യുന്ന ആൾ ഞാനാണെന്ന് വേണമെങ്കിൽ പറയാമെന്നല്ലാതെ അതുമായി ബന്ധപ്പെട്ട് നേരിട്ട് ബന്ധം എനിക്കില്ല. അങ്ങനെ സാധിക്കുന്ന കാര്യമല്ല. അപ്പോൾ അതിന്റെ കാര്യങ്ങൾ ഏതെങ്കിലും പോലീസ് മേധാവിയെ കണ്ടാൽ നിങ്ങൾ അന്വേഷിച്ചു നോക്കുക, അതാ നല്ലത്. പ്രതിപക്ഷ നേതാവ് തന്നെ 1977 മുതലുള്ള അങ്ങ് ജയിച്ചൊന്നടക്കമുള്ള ചരിത്രം വെച്ചൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ പ്രതികരണം അത് ശുദ്ധ അസംബന്ധം പറയാൻ ഒരു മടിയും സതീശനും ഇല്ല എന്നുള്ളത് കാണിക്കുന്നതാണ്. 1977 അവിടുത്തെ സ്ഥിതി എന്തായിരുന്നു എന്ന് അന്വേഷിച്ച് നോക്കണം. ആരായിരുന്നു RSSനെതിരെ അവിടെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത്? ആ കാലത്താണല്ലോ ഇവരുടെ പ്രസിഡന്റ് പിന്നീട് പറഞ്ഞത്, വെളിപ്പെടുത്തിയത്. ഞാനായിരുന്നു RSS ശാഖക്ക് സംരക്ഷണം നൽകിയത്, അതിന് ആളുകളെ അയച്ചത് ഞാനായിരുന്നു, അത് മാർക്സിസ്റ്റുകാരിൽ നിന്ന് സംരക്ഷണം കൊടുക്കാൻ വേണ്ടിയായിരുന്നു എന്നൊക്കെ പറഞ്ഞത് ഇദ്ദേഹം എല്ലാം കൂടി പ്രസിഡന്റാക്കിയ ആളായിരുന്നല്ലോ. അതായിരുന്നു അന്നത്തെ കണ്ണൂരിന്റെ അവസ്ഥ. അവിടെ എന്റെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ തന്നെ എന്നെ RSS എങ്ങനെയാണ് കണ്ടിട്ടതെന്നും എല്ലാവർക്കും അറിയാം. ഞാനത് നേരത്തെ ചില ഘട്ടങ്ങളിൽ പറഞ്ഞതാണ്. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ വീണ്ടും അത് പറയേണ്ട കാര്യമില്ല. അവരുടെ ആക്രമണം ഏത് ഘട്ടത്തിലും വരാമെന്നുള്ള നില ഉണ്ടായിരുന്നു എന്നത് അന്ന് കണ്ണൂരിലുള്ള എല്ലാവർക്കും അറിയാം. അതിൽ ആക്രമണത്തിന്റെ ടാർഗറ്റായിട്ട് ഒന്ന് എന്നെ തന്നെയായിരുന്നു വെച്ചിരുന്നത്. അതായിരുന്നു കാലം. ഇപ്പോൾ കുറച്ച് ദശാബ്ദം കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് എന്ത് നുണയും അവതരിപ്പിക്കാം. നുണയാണല്ലോ ഇപ്പോൾ പ്രധാനമായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് നുണയും പറയാം എന്ന നില വന്നു ചേരുന്നതാണ്. പക്ഷേ അല്ല, നിങ്ങൾ ഒരുപാട് ചോദ്യം ചോദിച്ചാൽ ശരിയാവില്ല. ഞാൻ പറഞ്ഞതിന് വല്ലാതെ വിഷമായി നിങ്ങൾക്ക്. ഞാനിത് പറയാൻ പാടില്ലാതിരുന്നു വിചാരിക്കുന്നുണ്ടോ? എന്തോ കുറച്ച് വിഷമുണ്ടായതുപോലെ ഉണ്ടല്ലോ. ഞാനുള്ള വസ്തുത പറയാണ്, ആ വസ്തുതയാണ് അവതരിപ്പിക്കുന്നത്. ഇവിടെ ആരാ RSSുമായിട്ട് ബന്ധപ്പെട്ടതെന്ന് നിങ്ങൾക്കറിയില്ലേ? ഞാൻ വീണ്ടും അത് പറയാൻ നോക്കണം. എന്താ നിങ്ങളെപ്പോലുള്ളവർ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? പഠിക്കാൻ തയ്യാറാകുന്നില്ലേ? അല്ല വേറെ എന്തെങ്കിലും വേണ്ടി പറയുകയാണ്? ഈ കാലം തന്നെ എടുത്തു നോക്ക്. ആരാണ് RSSുമായി ബന്ധപ്പെട്ടത്? അന്ന് സഖാവ് EMS നല്ല രീതിയിൽ കേരളത്തിന്റെ പൊതുവായ ജനസമ്മതനല്ലേ. പക്ഷേ EMSനെ പട്ടാമ്പിയിൽ തോൽപ്പിക്കാൻ ആരുമായിട്ടായിരുന്നു ബന്ധപ്പെട്ടത്? അതിനുവേണ്ടിയല്ലേ അവിടുത്തെ കോൺഗ്രസ് ബന്ധപ്പെട്ടതിന്റെ ഭാഗമായി ജനസംഘത്തിന്റെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു കൊടുത്തത്? പിൻവലിക്കുക മാത്രമാണോ? EMSനെതിരെ പ്രചരണം നടത്താൻ വേണ്ടി ആ കാലത്ത് ജനസംഘത്തിന്റെ അഖിലേന്ത്യാ നേതാവായ ദീനദയാൽ ഉപാധ്യായ വന്നില്ലേ? ഇതെല്ലാം ചരിത്രമല്ലേ. കുറച്ചു നാൾ കൂടി കഴിഞ്ഞ് പാലക്കാട് AKG അവിടെ മത്സരിക്കുന്നു പാർലമെന്റിലേക്ക്. എന്താ സംഭവിച്ചത്? അവിടെ കോൺഗ്രസിനും RSSനും എല്ലാം കൂടി ഒരു സ്ഥാനാർത്ഥി. നിങ്ങൾ മനസ്സിലാക്കിയില്ലേ? രണ്ടു കൂട്ടർക്കും ഒരു സ്ഥാനാർത്ഥി. ആരായിരുന്നു സ്ഥാനാർത്ഥി? കോൺഗ്രസ്സുകാരനായിരുന്നു, കോൺഗ്രസ് നേതാവായിരുന്നു, RSSന്റെ ജില്ലാ കാര്യവാഹ്.
ഇങ്ങനെ നാണം കെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്തവർ, ഇതെല്ലാം ചെയ്ത് നമ്മുടെ നാടിന് മുന്നിൽ കാണിച്ചവർ, ആ കാലത്തും പിന്നീടും ഇക്കാലത്തും നാളെയും വർഗീയതയ്ക്കെതിരെ ഉറച്ച നിലപാടെടുക്കുന്ന ഞങ്ങൾക്കും ഇടതുപക്ഷത്തിനും LDF-നുമെതിരെ പ്രചരണം നടത്തിയാൽ ചെലവാകുന്ന കാര്യമാണ്. ഞങ്ങൾക്ക് ആ പണിയില്ല. ഞാൻ സാധാരണ പറയാറുള്ളൊരു വാചകം വീണ്ടും പറയാണ്, ചില്ലറ വോട്ടിനും 4 സീറ്റിനും വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്ന പതിവ് ഞങ്ങൾക്കില്ല. അതിലപ്പുറം ചെയ്തെന്താണ്? പാലക്കാട് ഉൾപ്പെടെ ഡീൽ നടന്നിട്ടുണ്ടെന്ന് അങ്ങ് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ആ ഒരു ആരോപണം എത്രത്തോളം അത് മുന്നോട്ട് പോയിരുന്നതാണ് കരുതുന്നത്? അല്ല, ജനങ്ങളുടെ മുന്നിലല്ലേ കാര്യങ്ങൾ പറയുന്നത്. ജനങ്ങൾ ഇതൊക്കെ കാണുകയല്ലേ, ജനങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ കാര്യങ്ങൾ. ജനങ്ങൾ അതിനനുസരിച്ച് നിലപാട് സ്വീകരിക്കുമല്ലോ. നമ്മൾ കാണേണ്ടത് രാഷ്ട്രീയത്തിൽ 2 കൂട്ടം 2 എന്ന സാധാരണ കണക്ക് ശാസ്ത്രമല്ല. ആ കണക്കിലായിരുന്നു പണ്ട് കോലീബി സഖ്യം ഉണ്ടാക്കിയത്, വടകരയും ബേപ്പൂരും. കാരണം UDF-ന് നല്ല വോട്ടുണ്ട്, BJP-ക്കും വോട്ടുണ്ട്. രണ്ടും കൂടി ചേർന്നാൽ അവിടെ ഞങ്ങളെ പരാജയപ്പെടുത്തും. എന്തായി അവസാനം? അവിടെ BJP-ക്കാരെ ജയിപ്പിച്ചു കൊടുക്കാന്നായിരുന്നല്ലോ കരാർ. പരസ്യമായി, നാട്ടുകാരാകെ എതിരായി. അതിന്റെ ഭാഗമായി വടകര പാർലമെന്റ് സീറ്റിലും ബേപ്പൂർ അസംബ്ലി നിയോജകമണ്ഡലത്തിലും ഞങ്ങൾ നല്ല രീതിയിൽ ജയിച്ചു വന്നു. അപ്പം നാട്ടുകാർ ഇതൊക്കെ വിലയിരുത്തുന്നുണ്ട്. നാടിനെയും ജനങ്ങളെയും നമ്മൾ വില കുറച്ച് കാണരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. BJP നേതാവ് ഈ ഗോപാലകൃഷ്ണൻ ഗുരുവായൂർ അസംബ്ലി മണ്ഡലവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ശരി ശരി, അത് ശരിയാണ്, അത് ശരിയാണ്. അത് നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത് എന്നാണ് നാം ചിന്തിക്കേണ്ടത്. നമ്മുടെ നാടിനെയും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലുള്ളതുപോലെ അവര മതവിദ്വേഷത്തിലേക്ക് എത്തിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണിത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു പ്രസ്താവന നടത്തിയത്. എത്ര തെറ്റായ നിലപാടാണ്! എങ്ങനെയാണ് അത്തരമൊരു പ്രസ്താവന നടത്താൻ കഴിയുന്നത്? BJP-ക്കാകാം, കാരണം RSS-ന്റെ നേതൃത്വം അംഗീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണല്ലോ. പക്ഷേ നമ്മൾ ചിന്തിക്കണം, നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താകുന്നുള്ളത്. നമ്മുടെ നാട് മതനിരപേക്ഷതയുടെ വിളനിലമാണ്. ജാതിഭേദമോ മതദ്വേഷമോ ഇല്ലാതെ എല്ലാവർക്കും സോദരന്മാരായി കഴിയാൻ, ജീവിക്കാൻ പറ്റുന്ന സ്ഥലമാണിത്. ഇവിടെ ഇതാണ് തുറന്നു വരുന്ന രീതി. അപ്പോൾ അവിടെയാണ് ഓരോ മണ്ഡലത്തിലും ജയിച്ചു വരുന്ന ആളുകൾ, അവര് വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ടവരുണ്ട്, വ്യത്യസ്ത ജാതി വിഭാഗങ്ങളിൽപ്പെട്ടവരുണ്ട്. ഏതെങ്കിലും ഒരു മതത്തിൽപ്പെട്ടവർ മാത്രമേ മത്സരിക്കാനും ജയിക്കാനും പറ്റൂ എന്ന നില സ്വീകരിക്കുന്നത് അങ്ങേയറ്റം വിഘടനവാദമാണ്. ജനങ്ങളെ ശത്രുക്കളാക്കി മാറ്റുന്നതിനുള്ള, ശത്രുക്കളായി ചേരിതിരിക്കുന്നതിനുള്ള, കമ്പാർട്ട്മെന്റുകളാക്കി തിരിക്കുന്നതിനുള്ള നീക്കത്തിന്റെ ഭാഗമാണ്. RSS-ഉം BJP-യും മറ്റും സംഘപരിവാർ പൊതുവിൽ കേരളത്തിന് പുറത്ത് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണത്. പക്ഷേ ഇവിടെയാണ് കഴിഞ്ഞ 10 വർഷമായി ഒരു വർഗീയ സംഘർഷവും വർഗീയ കലാപവും ഇല്ലാതിരിക്കുന്നത്. കാരണം വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുന്നു. ഒരു വർഗീയതയെയും ചാരി നിൽക്കുന്നില്ല. ഏത് വർഗീയതയായാലും വർഗീയ സംഘർഷമുണ്ടാക്കാൻ ശ്രമിച്ചാൽ കർക്കശമായ നടപടികളുണ്ടാകുന്നു. ഈ നാടിന്റെ ഈ രീതി അട്ടിമറിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിലാണ് സംഘപരിവാർ. അതിന്റെ ഭാഗമായുള്ള ഒരു പ്രസ്താവനയായിട്ടാണ് അതിനെ കാണേണ്ടത്.
ഗുരുവായൂരിലെ ജനങ്ങൾ അത്തരം പ്രസ്താവന കൊണ്ടൊന്നും തെറ്റിദ്ധരിക്കപ്പെടില്ല. അവിടുത്തെ ഇതേവരെയുള്ള MLA-മാരുടെ ചരിത്രം പരിശോധിച്ചാൽ LDF-ന്റെ MLA-മാരായി പ്രവർത്തിച്ചവരെല്ലാം എല്ലാവർക്കും സ്വീകാര്യരായിരുന്നു. നല്ല തോതിലുള്ള പിന്തുണയാണ് കിട്ടി വന്നിട്ടുള്ളത്. ആ പിന്തുണയുടെ ഭാഗമായിട്ട് തന്നെയാണ് LDF തുടർച്ചയായി ഗുരുവായൂരിൽ ജയിച്ചു വരുന്നത്. അതിനെ മറ്റൊരു രീതിയിൽ ഒരു മതബോധമുയർത്തി വഴിതെറ്റിക്കാനാകുമോ എന്നതാണ് ഇപ്പോൾ BJP ശ്രമിക്കുന്നത്. അത് LDF-ന് വിജയം സുനിശ്ചിതമായൊരു മണ്ഡലത്തിൽ LDF-നെ പരാജയപ്പെടുത്താനുള്ള കുൽസിത നീക്കത്തിൻ്റെ ഭാഗമാണ്. അത് ജനങ്ങൾ തിരിച്ചറിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നല്ല നിലയിൽ LDF-നെ മുൻകാലങ്ങളിൽ ജയിപ്പിക്കുന്നത് പോലെ തന്നെ ജയിപ്പിക്കുന്നതിനുള്ള നിലപാട് ജനങ്ങൾ സ്വീകരിക്കുമെന്നും കാണുകയാണ്. CPI-ക്ക് ഇത്തവണ പല സ്ഥലങ്ങളിലും അമ്പലപ്പുഴ ഉൾപ്പെടെയുള്ള ഒരു സ്ഥാനാർത്ഥികളുണ്ട്. അവിടെ സ്ഥിതി എന്താവും CM തവണ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ ഒരു പ്രശ്നവും CPIM-നോ LDF-നോ ഉണ്ടാകില്ല. നല്ല മികവാർന്ന വിജയം അത്തരം സ്ഥലങ്ങളിലൊക്കെ LDF നേടുക തന്നെ ചെയ്യും. ഒരു പോറലും LDF-ന് ഏൽക്കില്ല. ഈ പറയുന്നവർക്ക് അങ്ങനെ ഒരു പോറൽ ഏൽപ്പിക്കാനും കഴിയില്ല. ഇവിടെ നമുക്ക് നിർത്താം, ബാക്കി പിന്നെയാകാം.